ഈ കോൺഗ്രസ് ഒരു പാഠവും പഠിക്കില്ല. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് മടുത്തു, എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ. എന്താ കാര്യം? ഒരു സംഘടനാ നേതൃത്വം, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ഈ പാർട്ടിക്ക് എന്താ ഇല്ലാണ്ട് പോയത്. ഇപ്പം എന്താ പറയുന്നത്? കയ്യിൽ നയാ പൈസയില്ല. ആരാ പറയുന്നത്? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. സംസ്ഥാന നേതൃത്വം വി.ഡി. സതീശൻ, നാരങ്ങ വെള്ളം പോലും കുടിക്കാൻ പൈസയില്ല, നയാ പൈസയില്ല. രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതി അംഗം പറയുന്നു, പിരിവെടുക്കാതെ നിവർത്തില്ല, ഞങ്ങളുടെ പൈസയില്ല. ഹൈക്കമാൻഡ് ഓൾറെഡി PCCകളോട്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞു, സ്വയം പിരിച്ചെടുക്കുക, ഞങ്ങളുടെ തരാൻ പൈസയില്ല. നിങ്ങൾ സ്വയം ഓരോ PCCയും KPCC ഉൾപ്പെടെ പിരിക്കുക. പിന്നെ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇറക്കാൻ പറയുക, അല്ല ഞങ്ങളുടെ പൈസയില്ല. എന്താ പൈസയിലുണ്ടായിപ്പോയത്? ഇലക്ട്രൽ ബോണ്ട് വഴി 2000-ഓളം കോടി രൂപ കിട്ടിയില്ലേ? 8,000 സംതിങ് കോടി രൂപ BJP കിട്ടി. പക്ഷെ 2000 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് കിട്ടിയില്ലേ? ആ പൈസ എവിടെ പോയി? എന്താ ഇപ്പൊ കാശിലുണ്ടായിപ്പോയത്? കയ്യിൽ നയാ പൈസയില്ല എന്ന് പറഞ്ഞൊരു മലയാളം പാട്ടുണ്ടല്ലോ, അതും പാടിക്കൊണ്ട് നടക്ക്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഇലക്ഷന് ചെലവഴിക്കാൻ പണമില്ല. ഒരു ലോക്സഭ ഇലക്ഷൻ, ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്, ഇലക്ഷൻ പ്രചാരണത്തിന് എത്ര ലക്ഷം വേണമെന്നറിയാമോ? ചെറിയ കാശൊന്നും പോരാ. AICC ഹൈക്കമാൻഡിന് കൊടുക്കാൻ ഫണ്ടില്ല. എങ്ങനെ ഫണ്ടില്ല ഉണ്ടായത്? അത് BJP സർക്കാർ, മോദി സർക്കാർ മരവിപ്പിച്ചു. ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം മരവിപ്പിച്ചു. ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ 2000 കോടിക്കടുത്ത് പൈസയിൽ പോലും മുഴുവനും എടുക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അപ്പൊ ചോദിക്കുക, എന്താ ഫ്രീസ് ചെയ്യാൻ കാര്യം? കാര്യമുണ്ട്. കണക്കപ്പിള്ളയാവണം, നല്ല കണക്കപ്പിള്ളയാവണം ഏത് പാർട്ടിയും. എന്താ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളില്ലാത്തത്? CPM-നോ CPI-ക്കോ മറ്റിടതുപക്ഷ പാർട്ടികൾക്ക് അവരവരുടെ വെബ്സൈറ്റിൽ ഓരോ വർഷവും അവരുടെ വരവും ചെലവും കണക്ക് കൃത്യം കൊടുക്കുന്നുണ്ട്. അവർ ആദായ നികുതി കിട്ടിയ വരുമാനത്തിൽ നിന്ന് അടയ്ക്കുന്നുണ്ട്. ഈ കണക്കെല്ലാം അവർ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നുണ്ട്, അവരവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. എന്താ കോൺഗ്രസിന്റെ കണക്കില്ലാതെ പോയത്? ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ സ്വയം നിങ്ങളുടെ ശവക്കുഴി തോണ്ടുക എന്നാണ്. നിങ്ങൾക്ക് എന്താ അറിയാത്തത്? എന്നു മുതലേ കണക്കാന്ന് ആലോചിക്കണം. സീതാറാം കേസരി പിന്നെ AICCയുടെ ട്രഷറും പിന്നെ പ്രസിഡന്റുമായിരുന്ന കാലം മുതൽ, പിന്നാണല്ലോ സോണിയാഗാന്ധി പ്രസിഡന്റ് ആവുന്നത്, അന്നു മുതലുള്ള ആദായ നികുതി കുടിശ്ശിക കൃത്യമായിട്ട് അടയ്ക്കാതെ ഈ കൂനിന്മേൽ കുരു എന്ന് പറയില്ലേ, പലിശ, പിഴപ്പലിശ, പിഴപ്പലിശയുടെ മേൽ അടുത്ത പിഴപ്പലിശ, പിന്നെ കൂനിന്മേൽ കുരു, എല്ലാം കൂടെ ഇപ്പൊ കോൺഗ്രസ് അടയ്ക്കേണ്ടത് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്, ഇൻകം ടാക്സിന് അടയ്ക്കേണ്ട തുക എത്രയെന്നറിയാമോ? 1823 കോടി രൂപ. ഇത് അടയ്ക്കാത്തത് കൊണ്ടാണ് ഇവരുടെ അക്കൗണ്ടുകൾ കോൺഗ്രസിന്റെ ഇപ്പോൾ ED പോലെ തന്നെ ഇൻകം ടാക്സ് ഇടപെട്ടിട്ട് മരവിപ്പിച്ചിരിക്കുന്നത് ബാങ്കുകളിൽ നിന്ന്. അപ്പൊ ബാങ്കുകളിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ AICCക്ക് നിവർത്തിയില്ല. ഇപ്പൊ നിലവിളിക്കുക KC വേണുഗോപാല്, കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഖാർഗെ, മറ്റുള്ള നേതാക്കൾ ജയറാം രമേശ് ഒക്കെ നിലവിളിക്കുക, ഞങ്ങൾക്ക് പൈസയില്ല, ഞങ്ങളുടെ പൈസ BJP സർക്കാർ മുടക്കി. എന്താ മുടക്കിയത്? മുടക്കിയതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അതിന് കൃത്യ കണക്ക് ഞങ്ങൾ പറയാം, ചാർട്ട് പോലെ പറയാം. 53.9 കോടിയാണ് കോൺഗ്രസ് പാർട്ടി ആദായ നികുതിയായിട്ട് ഇൻകം ടാക്സിന് കൊടുക്കേണ്ടിയിരുന്നത്. അത് കൊടുക്കാതിരുന്നപ്പോൾ അതിന്റെ പലിശയും പിഴപ്പലിശയും വരും. അറിയാമല്ലോ എന്താ അതിന്റെ ഏർപ്പാടെന്നുള്ളത്. 2016-17 181.90 കോടിയാണ് കുടിശ്ശിക, അടയ്ക്കേണ്ട കുടിശ്ശിക. 2017-18 178.73 കോടി. 2018-19 918.45 കോടി. 2019-20 490.01 കോടി. എല്ലാം കൂടി പലിശ സഹിതം, പിഴപ്പലിശ സഹിതം 1823 കോടി രൂപ കോൺഗ്രസ് ഇപ്പൊ തന്നെ അടയ്ക്കണം. എങ്കിലേ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അവർ ഒഴിവാക്കത്തുള്ളൂ. ഈ പൈസ അടയ്ക്കാൻ എവിടെ കോൺഗ്രസിന്റെ എന്ത് മാങ്ങാത്തൊലിയുണ്ട്? എവിടെയുണ്ട് പൈസ? ഈ പിരിച്ചൊക്കെ എവിടെ പോയി? ഇപ്പൊ കിടന്ന് നിലവിളിക്കുക കോൺഗ്രസ്, ഞങ്ങൾക്ക് കാശില്ലേ, ഞങ്ങൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ കാശില്ലേ. സുപ്രീം കോടതിയിൽ അടുത്ത ദിവസം കേസ് കൊടുക്കാൻ പോവാന്നാണ് ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാ കേസ് കൊടുക്കാൻ പോകുന്നത്? ആ തെരഞ്ഞെടുപ്പ് തീയതിയാണ് തമാശ. ഏപ്രിൽ 1 ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുകയാണ്.
ഏപ്രിൽ 1 എന്താ എന്താ വിഡ്ഢികളുടെ ദിനം, ഫൂൾസ് ഡേ. അന്ന് സുപ്രീം കോടതി കേസ് എടുക്കാൻ പോവാ. ഇവര് താഴത്തെ കോടതിയിലെല്ലാം കേസ് കൊടുത്ത്, അതറിയാമോ? നമുക്ക് എത്ര പ്രേക്ഷകർക്ക് അറിയാം, നമ്മുടെ പ്രേക്ഷകർ കാഴ്ചക്കാർക്ക്. താഴത്തെ കോടതി കൊടുത്തു, തള്ളിപ്പോയി. ഹൈക്കോടതി കൊടുത്തു, ഡൽഹി ഹൈക്കോടതി കൊടുത്തു കേസ്, AICC തള്ളിപ്പോയി. എന്താ തള്ളിപ്പോയത്? അവരുടെ അക്കൗണ്ട് ബുക്ക് കോൺഗ്രസ് കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ അതിനെ BJP ഗവൺമെന്റ് പിടിച്ചു, മോദി സർക്കാർ പിടിക്കും. രാഷ്ട്രീയമല്ലേ, അതിന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഏപ്രിൽ 1 ലോക വീട്ടുദിനത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കാൻ പോവാണ്. കാരണം ഹൈക്കോടതി വരെ തള്ളിയിട്ട് കാശടയ്ക്കാൻ പറഞ്ഞു. കാരണം നിയമപരമായിട്ടാണ് ഇതിനകത്ത് കാര്യങ്ങൾ കിടക്കുന്നത്, നിയമവിരുദ്ധമല്ല. പിന്നെ ആകെ പറയുന്ന ഒരു കാര്യം, ഞങ്ങളിങ്ങനെ ചെയ്തെങ്കിലും നിങ്ങളും അങ്ങനെയല്ലേ ചെയ്തത് എന്നതാണ്. ആര്? BJP. ശരിയാണ്, BJP അങ്ങനെയാ ചെയ്തത്. BJP അധികാരത്തിരിക്കുന്നുണ്ട്, BJPക്കെതിരെ നടപടിയില്ല. അത് തുറന്ന് കാണിക്കണം നിങ്ങൾ, കോൺഗ്രസ്സുകാര്, നേതാക്കളും പ്രവർത്തകരും. എന്താ കാണിക്കാത്തത്? ഞങ്ങൾ പറയാം, BJP കൊടുക്കാനുള്ള എത്രയെന്നറിയാം? ഇതേപോലെ ആദായ നികുതി ഇനത്തിൽ 4600 കോടി രൂപയാണ് BJP ആദായ നികുതി വീഴ്ച ഇനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കേണ്ടത്. അവരടയ്ക്കുന്നില്ല, അവർക്കെതിരെ കേസില്ല, അവർക്കെതിരെ വഴക്കില്ല, ഒരു പ്രശ്നവും. ഭരിക്കുന്ന പാർട്ടി അവരാണ്. അപ്പൊ ആരും ED പോലെ തന്നെ ഇൻകം ടാക്സ് അന്വേഷിക്കത്തില്ല. അതിന് നിങ്ങളിപ്പോ കിടന്ന് വെള്ളം വെച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളിത് പണ്ടേ ഫൈറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാണോ ഫൈറ്റ് ചെയ്യേണ്ടത് കോൺഗ്രസ്? നിങ്ങൾ ഈ 1823 പിടിക്കേണ്ടി വരുമ്പം BJP 4600 കോടി രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് BJPയെ കുക്ക് ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് BJPയെ കോടതി കയറ്റാൻ നിങ്ങൾക്ക് പറ്റിയില്ല? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്നിട്ട് ഇപ്പൊ കിടന്ന് നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് കാശില്ലേ, BJP 4600 കൊടുക്കാനുണ്ടല്ലോ, എന്താ അത് പിടിക്കാത്തത്? സൗകര്യമില്ല പിടിക്കാൻ. ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരിക്കുന്ന ആര്? നരേന്ദ്രമോദി ഗവൺമെന്റ്. സൗകര്യമില്ല, അതാണ് അതിന്റെ അർത്ഥം. ഇനി ഈ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് എത്ര കാലമായി? കുറെ കാലമായില്ലേ? ഈ നാട്ടിലെ വല്ല പ്രതിഷേധവും ഞങ്ങൾ കണ്ടു, നമ്മുടെ നാട്ടുകാർ കണ്ടു? അല്ല, നിങ്ങളൊന്നും പറയും, നമ്മുടെ പ്രേക്ഷകർ പറയും. ഈ VD സതീഷിനോ K സുധാകരനോ അല്ലെ ഇവിടുത്തെ മറ്റ് നേതാക്കളോ, വ്യാജ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാങ്കൂട്ടത്തിലോ, രാഹുൽ മാങ്കൂട്ടത്തിലോ, ഇവിടുത്തെ ഊത്തന്മാരോ അല്ലെ KSU അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഇവിടെ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെങ്കിലും ഒരു ജാഥ നടത്തി നമ്മൾ കണ്ടോ പ്രതിഷേധിച്ചിട്ട്? അവരുടെ ദേശീയ അവരുടെ പാർട്ടിയുടെ അക്കൗണ്ട് മോദി ഗവൺമെന്റ് മരവിപ്പിച്ചിട്ട് ഇവിടെ വല്ല പ്രതിഷേധവും നടന്നോ? മാസങ്ങൾക്ക് മുമ്പേ നടന്നതല്ലേ ഇത്? നിങ്ങൾ തെരുവിൽ ഇറങ്ങിയോ? മിണ്ടാണ്ടിരുന്ന്. ഇപ്പൊ എന്നിട്ട് വാവിട്ട് നിലവിളിക്കുകയാണ്, അയ്യോ കാശില്ല ഞങ്ങൾക്ക്. നാണമില്ലേ? പോയി വേറെ പണി നോക്ക്. ഇനി വിഡിദിനത്തിൽ സുപ്രീം കോടതി ഹർജിയായിട്ട് പോകാനിരിക്കുക. ഇത്രയും കാലം നിങ്ങൾ ഡൽഹിയിലോ ഓരോ തലസ്ഥാനങ്ങളിലെങ്കിലും നിങ്ങൾ വല്ല സമരവും ചെയ്തു, നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ? BJP ഇത്ര കൊടുക്കാറുണ്ട്, ഞങ്ങൾ അതിനേക്കാൾ 3 ഇരട്ടി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ നടത്താൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് ഇത് ഇപ്പൊ ഉന്നയിക്കാൻ? ഇപ്പൊ ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിൽ ഇന്ന് സമരം ചെയ്യുകയാണ് കോൺഗ്രസ്. എവിടെ എന്ത് സമരം? എത്ര പേരത് പങ്കെടുക്കും? കണ്ടോളുക എത്ര പേര് പങ്കെടുക്കുന്നു.